ഇന്ന് നമ്മൾ നമ്മുടെ വൈറ്റ് ഷാർക്കുകളെ ഫീഡ് ചെയ്യാൻ നേരത്തെ എടുത്ത ഒരു ഷോർട്ട് വീഡിയോ ആണ്. നമ്മളിപ്പോൾ ഇവർക്ക് ഫീഡായിട്ട് കൊടുക്കുന്നത് പെല്ലറ്റ് ഫുഡ് തന്നെയാണ്. വേറെ നോൺ വെജ് ഫുഡുകളൊന്നും നമ്മൾ ഇതുവരെ ഫീഡ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. കുറച്ച് കഴിഞ്ഞ് പെല്ലറ്റ് ഫുഡും നോൺ വെജും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് സ്ക്രീനിൻ്റെ താഴെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വീഡിയോയിൽ ഇവർ കഴിക്കുന്നത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ആ വീഡിയോ എടുത്തു കഴിഞ്ഞാണ് ഞാൻ ഈ ഒരു ഷോർട്ട് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇവർ ഓൾമോസ്റ്റ് കുറച്ചൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഈ നിൽക്കുന്നത്. എന്നാലും നമുക്ക് നോക്കാം കുറച്ചൊക്കെ പെല്ലറ്റ് അവർ എടുക്കുമെന്നുള്ളത്. ഇവർ നല്ല ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള മീനുകളാണ്. ഇവർ തുടക്കത്തിൽ ഇങ്ങനെ പെട്ടെന്ന് വന്ന് ഈ ഫുഡ് കാര്യങ്ങളൊന്നും അവർ കഴിച്ച് തീർക്കില്ല. കുറച്ചായിട്ടാണ് ഇവർ കഴിച്ച് തീർക്കുന്നത്. ഓൾറെഡി ഇവർ കുറച്ച് കഴിച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ ബാക്കിയുള്ളതൊക്കെ ഒരു 1-2 മണിക്കൂറിനുള്ളിൽ കംപ്ലീറ്റ് ആയിട്ട് തന്നെ അവർ കഴിച്ച് തീർക്കും. നമ്മളിവരെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് അധിക നാളായിട്ടില്ല. തുടക്കത്തിൽ അവർ ഫുഡ് കഴിക്കുന്നത് കുറച്ച് കുറവായിരുന്നു. പിന്നീട് അവർ പതുക്കെ കഴിച്ചു തുടങ്ങി. ഇപ്പോൾ നമ്മൾ ഡെയിലി ഫീഡ് ചെയ്യുന്നുണ്ട്. ഏകദേശം നമ്മൾ ഈ ഒരു സെയിം അളവ് തന്നെയാണ് ഡെയിലി ഫീഡ് ചെയ്യുന്നത്. ഡെയിലി അവർ ഇങ്ങനെ തന്നെയാണ്. ആദ്യം കുറച്ച് വന്ന് കഴിക്കും. അതിനുശേഷം പിന്നെ പതുക്കെയാണ് ബാക്കിയെല്ലാം കഴിച്ച് തീർക്കുന്നത്. ഇവർ കുറച്ച് ആക്റ്റീവായിട്ട് നീന്തി നടക്കുന്ന മീനുകളായതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് അധികം ഫുഡ്, അതായത് അവരുടെ ആവശ്യത്തിൽ കൂടുതൽ കുറച്ച് എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരത് കഴിച്ച് തീർക്കും. നമ്മൾ കുറച്ച് ഫുഡ് മാത്രമായിട്ട് ഫീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആവശ്യത്തിനുള്ള ഫുഡ് കിട്ടില്ല. കാരണം ഇതേപോലെ ഫുൾ ടൈം ആക്റ്റീവായിട്ട് നടക്കുന്ന മീനുകൾക്ക് നമ്മൾ കുറച്ചധികം ഫുഡ് എപ്പോഴും കൊടുക്കുന്നത് നല്ലതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അതായത് ഒരു 2 തവണ 3 തവണയൊക്കെ ആയിട്ട് ദിവസത്തിൽ സ്പ്ലിറ്റ് ചെയ്ത് ഫീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ ഗ്രോത്ത് വളരെ സ്ലോ ആയിരിക്കും. തുടക്കത്തിൽ ഇവർ കുറച്ച് പേടിച്ച് മാറി നിൽക്കലായിരുന്നു. നമ്മൾ വരുന്ന സമയത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പ്ലാസ്റ്റിക് ബോക്സിൻ്റെ സൈഡിലൊക്കെ പോയിട്ട് ഇടിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ അവർ നമ്മൾ വരുന്ന സമയത്ത് തന്നെ കറക്റ്റ് ഈ ഒരു മൂലഭാഗത്തേക്ക്, ഈ ഒരു ആംഗിൾ ഏരിയയിലേക്ക് വന്നിട്ട് അവർ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഫുഡ് കഴിക്കുന്നുണ്ട്. നമ്മൾ ചെറിയ രീതിയിൽ സ്പൂൺ കൊണ്ടൊന്ന് തട്ടാറുണ്ട്. അപ്പോൾ അവർക്ക് ആ ഒരു വൈബ്രേഷൻ സെൻസ് ചെയ്യുമ്പോൾ അവർ കറക്റ്റായിട്ട് തന്നെ ഈ ഒരു ഏരിയയിലേക്ക് വരാറുണ്ട്. അതുപോലെ തന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ അവർക്ക് പേടി കാര്യങ്ങളൊന്നുമില്ല. മുമ്പ് നമ്മൾ സൈഫണൊക്കെ ക്ലീനിങ്ങിൻ്റെ സമയത്ത് ഈ ബോക്സിൻ്റെ അകത്തേക്ക് ഇടുന്ന സമയത്ത് അവർക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ക്ലീനിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അവർ പേടിയില്ലാതെ തന്നെ നീന്തി നടക്കുന്നുണ്ട്. അപ്പോൾ ഇവർ പതുക്കെ നമ്മുടെ ടാങ്കുമായിട്ടും അതുപോലെ നമ്മളുമായിട്ടും അഡാപ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇവർ ഫുഡ് കഴിക്കുന്നുണ്ട്, അതുപോലെ തന്നെ വേസ്റ്റും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് ചെക്ക് ചെയ്തിട്ട് നമ്മൾ കൃത്യമായിട്ട് തന്നെ വേസ്റ്റും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത് കളയുന്നുണ്ട്. നമ്മൾ അധിക കാലമൊന്നും ഇവർ ഈ ഒരു കണ്ടെയ്നറിൽ ഇടാനായിട്ട് പ്ലാൻ ചെയ്യുന്നില്ല. കുറച്ച് കഴിഞ്ഞ് വേറൊരു ടാങ്ക് സെറ്റ് ചെയ്ത് അതിലേക്ക് മാറ്റാമെന്നാണ് വിചാരിക്കുന്നത്. ഇതേ കണ്ടില്ല, അവർ വന്നിട്ട് ആ സൈഡിലുള്ള പെല്ലറ്റ് മുഴുവൻ കഴിച്ചു. ഇങ്ങനെ തന്നെയാണ് നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ അവർ പെല്ലറ്റ് എടുക്കുന്നത്. പെട്ടെന്നൊന്നും വന്ന് ഫുള്ളായിട്ട് കഴിച്ച് തീർത്ത് പോവില്ല. പതുക്കെ അങ്ങ് കഴിച്ച് തീർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവരെ വാങ്ങിയതിന് ശേഷം ഇതുവരെയുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മൾ വൈറ്റ് ഷാർക്ക് എന്ന് പറഞ്ഞു, ഇത് ജനറലായിട്ട് പറയുന്നതാണ്. ഇതിൻ്റെ ഒറിജിനൽ പേര് ഇറിഡിസൺ ഷാർക്ക് കാറ്റ് ഫിഷ് എന്നാണ്. പാൻകേഷ്യസ് ഹൈപ്പോതലാമസ് എന്നാണ് ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം. ആസാം വാള എന്നാണ് നമ്മൾ മലയാളത്തിൽ വിളിക്കാറുള്ളത്. ഇതിൻ്റെ ബ്ലാക്ക് വെറൈറ്റിയാണ് ഭക്ഷണ ആവശ്യങ്ങൾക്കായിട്ട് യൂസ് ചെയ്യാറുള്ളത്. വൈറ്റ് അല്ലെങ്കിൽ ആൽബിനോ ആണെന്നുണ്ടെങ്കിൽ അത് അലങ്കാര ആവശ്യങ്ങൾക്കായിട്ടാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. എയറേഷൻ ആവശ്യമില്ലാത്ത മീനുകളാണെങ്കിൽ പോലും നമ്മൾ എയറേഷൻ കൊടുക്കുന്നുണ്ട്. ഡെയിലി കൊടുക്കുന്നില്ല, ഓരോ ദിവസം ഇടവിട്ടാണ് നമ്മൾ എയറേഷൻ കൊടുക്കാറുള്ളത്. ജസ്റ്റ് ഇവരുടെ ഫീഡിംഗ് ഒന്ന് കാണിക്കാൻ വേണ്ടി എടുത്ത വീഡിയോ ആണ്.